മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. നമസ്കാരം കൂട്ടുകാരെ, ഞാൻ എണീറ്റ് വരുന്ന വഴിയാണ്. വരുന്ന വഴി തന്നെ കുക്ക് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് വരുന്നത്. ഇന്ന് ഇതുണ്ടാക്കണം എന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ കുക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കുക്ക് ചെയ്ത് നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നല്ല സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹെൽത്തി ഫുഡ് സജസ്റ്റ് ചെയ്യാനായിട്ടാണ് വന്നത്. എല്ലാവരും മസ്റ്റായിട്ടും ഇതുണ്ടാക്കി കഴിക്കണം. കാരണം നമ്മൾ ഇന്ത്യയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി എന്ന് പറയുന്നത്. നമുക്കവിടെ ഒരുപാട് പാല് കിട്ടാനുണ്ട്. ഇന്ത്യയെക്കുറിച്ച് പൊതുവേ ഉള്ള ഒരു കംപ്ലൈൻ്റ് ആണ് പോഷകാഹാരക്കുറവ് ഇന്ത്യയിൽ ആളുകൾക്കുണ്ട് എന്നുള്ളത്. അപ്പോൾ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് പനീർ എന്ന് പറയുന്നത്. നമ്മൾ കേരളത്തിൽ അങ്ങനെ അധികം ആരും അത് യൂസ് ചെയ്ത് കാണാറില്ല. പക്ഷേ ഈ പനീർ ഉണ്ടാക്കാനായിട്ട് വെരി സിമ്പിളാണ്. അതായത് നമ്മൾ കുറച്ച് പാലെടുത്ത് തിളപ്പിക്കുക, എന്നിട്ട് അതിനകത്തേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക, നാരങ്ങ നീരെടുത്ത് ഒഴിക്കുക, അല്ലെങ്കിൽ നാരങ്ങ നേരിട്ട് പിഴിഞ്ഞൊഴിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. അപ്പം ഞാൻ ഈ നാരങ്ങ ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പാലും പാർട്ടിക്കിൾസും രണ്ടായിട്ട് അത് സെപ്പറേറ്റഡ് ആവും. എന്നിട്ട് ആ പാർട്ടിക്കിൾസ് മാത്രം നമ്മളൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. അതാണ് പനീർ എന്ന് പറയുന്നത്. ഇനി അത് സോസ് ആക്കാം. സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. ഇത് നോക്കൂ കൂട്ടുകാരെ, ഇത് പനീർ ക്യൂബ്സ് ആയിട്ട് മേടിച്ചതാണ്. ഞാൻ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പം ഈ പനീർ ഇന്ത്യൻ പനീറാണ് കേട്ടോ. ഇത് നോക്കിക്കോളൂ, ബയോ പനീർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ പനീർ നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റാണ്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കറ്റ് ക്യൂബായിട്ട് വരുന്നത്. ഈ ഒരു ക്യൂബ് വാങ്ങിക്കാനായിട്ട് അത്യാവശ്യം നല്ല വില കൊടുക്കണം. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ ചീപ്പായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. അപ്പം ഈ പനീർ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും സോസ് രൂപത്തിലാക്കി എടുക്കാനാണ് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്. കാരണം ഇതുപോലെ ക്യൂബായിട്ടല്ല കിട്ടുന്നത്. ക്യൂബായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പനീറിനെ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ കുറച്ച് തന്നെ ഈ പാലിനകത്ത് നാരങ്ങ ഒഴിച്ച് ഞാൻ കാണിച്ചു തന്നു. അത് ഞാനിപ്പം ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുള്ള ഇതാണ് ഈ കാണുന്നത്. ഇതാണ് പനീർ എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്യൂബാകും. പക്ഷേ പ്രസ് ചെയ്യാതെ അതൊരു സോസ് ആക്കി എടുക്കാനാണ് ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു സോസ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. പക്ഷേ ഇതുപോലെ പനീർ നാട്ടിലും മേടിക്കാനായിട്ട് കിട്ടും. ഇതുപോലെ ക്യൂബ് മേടിക്കാനായിട്ട് നാട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു 110 രൂപ കൊടുത്താൽ ക്യൂബ് കിട്ടും. പക്ഷെ അതിലും പകുതി വിലയ്ക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് മേടിക്കുന്നത് എന്ന് ആലോചിച്ചിരിക്കാതെ സ്വന്തമായിട്ട് കുറച്ച് പാല് മേടിച്ച് അതിനകത്തേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് പനീർ ഉണ്ടാക്കി എല്ലാവരും കഴിക്കണം കേട്ടോ. ഞാനൊരു സ്മൂതി ഉണ്ടാക്കിയിട്ടോ. ഈ ഒരു സ്മൂതി എന്ന് പറയുന്നത് അവക്കാഡോ, ബനാന, ഡേറ്റ്സ്, കക്കാവോ സ്മൂതിയാണ്. ഇത് പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പാലിനകത്തേക്ക് അവക്കാഡോയും ബനാനയും കക്കാവോവും പിന്നെ ഡേറ്റ്സും കൂടെ ഇട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല അടിപൊളി സ്മൂത്തി കുടിക്കാനായിട്ട് സാധിക്കും. വെരി ടേസ്റ്റി. അപ്പം നമ്മുടെ പനീർ ഉണ്ടാക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് പനീറല്ല, സോസ് ഉണ്ടാക്കാനായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അത് നമുക്കിനി സോസാക്കി എടുക്കാം. നമ്മുടെ മിക്സിയുടെ ജാർ ഷേക്ക് അടിച്ചിട്ട് വീണ്ടും ഞാൻ കഴുകിയെടുത്തു. അതിനകത്തേക്ക് നമുക്ക് ആ പനീർ ഇട്ട് കൊടുക്കാം. പിന്നെ ക്രോയിറ്റർ ഇതുപോലെ മേടിക്കാൻ കിട്ടും കേട്ടോ. കുറച്ച് ഞാൻ യൂസ് ചെയ്തതാണ്. ബാക്കി ക്രോയിറ്റർ അതിനകത്ത് ഇരിപ്പുണ്ട്. ക്രോയിറ്റർ ഫ്രോസൺ ആയിട്ടുള്ള ക്രോയിറ്ററാണേ. അപ്പം ഇതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ ക്രോയിറ്റർ ഒന്നും ഇടണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഈ പനീർ ഉണ്ടാക്കിയെടുത്ത് വെച്ചതിന് അകത്തേക്ക് കുറച്ച് അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് കുറച്ചുകൂടെ വെള്ളം കൂടെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി മയണൈസാണ്. അത് നമുക്ക് ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാനായിട്ട് അടിപൊളിയാണ്. പക്ഷെ ഞാൻ കുറച്ചുകൂടെ ഒരു ആഡംബരമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രോയിറ്റർ ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്. ഞാൻ ഇനി ഒരു അല്പം നാരങ്ങാ നീരൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി തോന്നിയ പോലൊക്കെ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും തോന്നിയ പോലെ എന്ന് പറഞ്ഞാലും ഉപ്പിന് കറക്റ്റ് അളവായിരിക്കണം, ഇല്ലെങ്കിൽ വളരെ പ്രശ്നമാണ്. ഇത് നോക്കൂ, ഇനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. നിങ്ങൾക്ക് ഷ്ലാക്സാന ഉണ്ടെങ്കിൽ ഷ്ലാക്സാന ഒഴിച്ചാലും മതി. പക്ഷേ ഷ്ലാക്സാന ഞാൻ പൊതുവെ ഇവിടെ ഇതിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ ഷ്ലാക്സാന യൂസ് ചെയ്യുന്നില്ല. നോർമലി പച്ചവെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. കാരണം എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു സോസ് ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടാണ്. ഇത് ഞാനിപ്പം വെളുത്തുള്ളി ഇടാതെ ഫസ്റ്റ് ടൈം ഒന്ന് അടിച്ചെടുക്കുകയാണ്. കാരണം ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം പുള്ളിക്കാരത്തേക്കും കൂടെ കുറച്ച് കൊടുക്കണം. പുള്ളിക്കാരത്തേക്ക് ഈ ഗാർലിക്, അതായത് വെളുത്തുള്ളി ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ്
ഇത് വെള്ളം ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇല്ലാതെ ഇത് ഞാൻ മിക്സ് ചെയ്തെടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വെളുത്തുള്ളി ഇഷ്ടമാണ്. അപ്പം ഞാൻ വെളുത്തുള്ളി ഇട്ട് സെക്കൻഡ് ഒരു സോസും കൂടെ ആക്കിയെടുക്കും. നമ്മുടെ സോസ് ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോൾ ക്രോയിറ്ററിന് വേണ്ടി എവിടെ പോവും അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് സോസാക്കി എടുക്കാം. പനീറിനകത്ത് നമ്മൾ ക്രഷ്ഡ് ചില്ലീസ്, അതുപോലെ തന്നെ ഒറിഗാനോ, പിന്നെ സാൾട്ട്, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഇത് ചേർത്തിട്ട് വെറുതെ അടിച്ചെടുത്താലും അത് വേറൊരു ടേസ്റ്റിലുള്ള ഒരു സോസാണ്. അല്ലാതെ വെറുതെ വെളുത്തുള്ളി ഇട്ട് അടിച്ചെടുത്താലും അത് നല്ല രീതിയിലുള്ള മയണൈസ് സോസാണ്. അപ്പം ഇതൊന്നും നമുക്ക് പല രീതിയിൽ ഇതിനെ പ്രിപ്പയർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതെങ്ങനെയാണ് കഴിക്കുന്നത് നോക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടുണ്ട്. ക്രോയിറ്ററിൻ്റെ ആണ് നല്ല ഗ്രീൻ കളർ. ഇനി ബ്രെഡിന് മുകളിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു മീറ്റ്, ചിക്കൻ, ബീഫ് എന്തു തന്നെ ആയാലും അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഷവർമ്മ പോലെയാണ്. നിങ്ങൾക്ക് ചിക്കൻ ഇതുപോലെ മിൻസ്ഡാക്കി എടുത്ത് ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴേക്കും അതിനകത്തുനിന്നൊരു ചിക്കൻ പീസ് എടുത്ത് കുറച്ച് കഷ്ണങ്ങളാക്കി ഈ ഒരു ബ്രെഡിനകത്ത് സോസ് സ്പ്രെഡ് ചെയ്ത് അതിന് മുകളിലേക്ക് വെച്ചിട്ട് കഴിക്കാം. അതും നല്ല ടേസ്റ്റാണ്.